നമസ്കാരം. ചിരിക്കാനൊരു വക കിട്ടിയിട്ടുണ്ട്. ഇവിടെ ക്രിസംഖികൾ ഒരു 10-15 ദിവസം മുമ്പ് ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക്. ഇവിടെ ഒരു ജൈവളി നടന്നു. ഇവിടെ മഞ്ചേരിയിലോ മറ്റോ തലശ്ശേരിയിലോ മറ്റോ എവിടെ എനിക്ക് ഓർക്കുന്നില്ല. അവർ ജൈവളി നടന്നു. പ്രാർത്ഥിക്കാൻ പള്ളികളൊന്നും കാണില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിരുന്നു. ഈ പള്ളികളൊന്നും കാണില്ല എന്ന് പറയുമ്പോൾ അത് ഇവരുടെ പള്ളി കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇവന്മാർ ഈ സംഖ്യകൾ ജയ് വിളിച്ചതെന്നുള്ള കാര്യം ഇവർ ഓർത്തില്ല. വാസ്തവത്തിൽ അവർ വിചാരിച്ചത് മുസ്ലിം പള്ളികളുടെ കാര്യം മാത്രമാണെന്നാണ് വിചാരിച്ചത്. അത് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് രാഷ്ട്രീയക്കാർ പറഞ്ഞ പോലെ കഥ മാറും കളം മാറും. അത് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതൊരു വെല്ലുവിളിയിൽ വല്ലാതെ മുട്ടുന്ന സമയത്ത് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും കാര്യം ഒപ്പിക്കണ്ടേ, അതിൻ്റെ പേരിൽ ഇങ്ങനെ വിളിച്ച് കൂവുന്നത് മാത്രമേ ഉള്ളൂ. പള്ളികളൊന്നും കാണില്ല എന്ന്. പക്ഷേ ഈ പള്ളികളൊന്നും കാണില്ല എന്ന് വിളിച്ച് കൂവിയിട്ട് വെറുതെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അവരൊരു ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അവർ കർണാടകത്തിൽ ചിക്ക് കേട്ടോ, ചിക്ക് ബല്ലാപൂർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ പള്ളി അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അവിടെ സെൻറ്റ് ആൻ്റണീസ് ചർച്ച് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അവിടെ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരീക്ഷകൾക്ക്, ഈ ക്രിസംഖി പരീക്ഷകൾക്ക് ഈ വിഴുപ്പന്മാർ, ഈ ബ്രോക്കർ ആലഞ്ചേരി ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇവന്മാർക്ക് വേറൊരു പരിപാടിയില്ല, മതം മാറ്റൽ. അതിനിവർക്കുണ്ട് വേൾഡ് വിഷൻ ഇന്ത്യ, വേൾഡ് വിഷൻ ജപ്പാൻ എന്നൊക്കെയും പറഞ്ഞ് ഇവർക്ക് സംഘടനകളുണ്ട്, പൈസയും കിട്ടുന്നുണ്ട്. അപ്പം മതം മാറ്റുക, ഇതാണ് ഇവരുടെ പ്രധാന പരിപാടി. ഇവിടെ കർണാടകത്തിൽ ഈ പാവപ്പെട്ട ആദിവാസികളും മറ്റുള്ള ആൾക്കാരെ അവരുടെ ഗുദാമുകളിലൊക്കെയും പോയിട്ട് അവിടെ ഒരാൾ ചുമക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ചുമക്കുന്നുണ്ടല്ലോ, ചുമക്കുന്ന ഉടനെ അവർ വിധി എഴുതും, ഇയാൾക്ക് ക്ഷയരോഗമാണെന്ന്. കൈയിൻ്റെ കാലിൻ്റെ അവിടെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ വിധി എഴുതും, ഇയാൾക്ക് കുഷ്ഠരോഗമാണെന്ന് വിധി എഴുതും. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് അവർ കൺവിൻസ് ചെയ്തിട്ട് ഗവൺമെൻറ് ഓഫീസിൽ പോയിട്ട് ഒരു ക്ഷയരോഗിക്ക് ഇത്ര 1000 രൂപ മാസത്തിൽ കൊടുക്കും പോഷകാഹാരം കഴിക്കാൻ. പിന്നെ അവരുടെ മരുന്ന്, അതിനുള്ള കാര്യങ്ങളും ഫ്രീ ആയിട്ട് കൊടുക്കും. ഇത് ഇവളുമാർ ഈ മറ്റേ കന്യാത്വമില്ലാത്ത കന്യാസ്ത്രീകൾ പോയിട്ട് അച്ഛൻ്റെ മറ്റേ ചിന്ന വീട്ടുകാർ പോയിട്ട്, വെപ്പാട്ടികൾ പോയിട്ട്, മറ്റേ മണവാട്ടികളല്ല വെപ്പാട്ടികളാണ് ഇവരിപ്പോൾ. മണവാട്ടികൾ എന്നുള്ള കാലഘട്ടം കഴിഞ്ഞു. ക്രിസ്തുവിൻ്റെ മണവാട്ടികളെന്ന് പറഞ്ഞ് ഇവിടുന്ന് മോതിരമിട്ട് നടന്ന് ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്നും പറഞ്ഞ് 90 വയസ്സായിട്ട് ചത്ത് കഴിഞ്ഞ് അവിടെ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് പോയിട്ട് ഞാനേ വന്നോട്ടാ എന്ന് പറഞ്ഞാൽ അവിടെ യേശു ക്രിസ്തു അംഗീകരിക്കാൻ നിൽക്കുന്നുണ്ടോ? അപ്പോൾ അവർക്കറിയാം അവിടെ ഒരു മണവാട്ടി സാധനം കിട്ടാൻ പോലെയാണ്. അതുകൊണ്ട് ഇവിടെ വെപ്പാട്ടിയെ നടക്കുകയാണ്. ഇവരിവിടെ പോയിട്ട് ഇങ്ങനെ ഓരോരുത്തരെ കണ്ടെത്തിയിട്ട് അവർക്ക് ഗവൺമെൻറ് തലത്തിൽ പോയിട്ട് അപ്ലിക്കേഷനും കാര്യങ്ങളും കൊടുത്ത് അവിടുന്ന് പൈസ വാങ്ങിച്ചിട്ട് ഇത് ഞങ്ങൾ തരുന്ന പൈസയെന്നും പറഞ്ഞ് അവരെ കൊടുത്തിട്ട് മതം മാറ്റുന്ന പരിപാടി വരെ നടക്കുന്നുണ്ട് അവിടെ. അതിനെതിരെ മതപരിവർത്തന നിരോധന ബില്ല് അവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് ഇവിടെ 3:30-ക്കാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവിടെ മിക്കവാറും ആ ബില്ല് പ്രാവർത്തികമായിട്ടുണ്ടാവും, ബില്ല് അംഗീകരിച്ചിട്ടുണ്ടായിരിക്കും. ഇന്ന് നിയമസഭ അവസാനിക്കാൻ പോവാണ്. അപ്പോൾ ബില്ല് അംഗീകരിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ അവിടെ മതം മാറ്റി, മുസ്ലിമിൻ്റെ അടുത്തേക്ക് പോകില്ല മതം മാറ്റാൻ വേണ്ടിയിട്ട്, പിന്നെ തല കാണില്ല. ഹിന്ദു പാവങ്ങളെ അവരെ മതം മാറ്റാൻ പോകുന്ന സമയത്ത് നല്ല പെട്ട വെച്ച് കൊടുക്കും, നല്ല അടി ശിക്ഷയും അവിടെ കൊടുക്കും. ആ നിരോധന ബില്ല് അവിടെ വന്നിരിക്കുകയാണ്. അവിടെ മതപരിവർത്തന നിരോധന ബില്ല് അവിടെ ചർച്ച കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ മണി 3:30, അവിടെ മണി 5 ആയിട്ടുണ്ടാവും. മിക്കവാറും അത് നിയമമായിട്ട് കഴിഞ്ഞിട്ടായിരിക്കും. ഇതിനെതിരെ ഈ മക്കളില്ലാത്ത അച്ഛനും ഈ വെപ്പാട്ടികളും ഇവരെല്ലാവരും കൂടി ഭയങ്കരമായ സമരം അവിടെ നടത്തി. ഇതിനെതിരെ ഇവർക്ക് സത്യം പറഞ്ഞാൽ അതിനെതിരെ ബജ്രംഗ് ദൾ എന്നാണ് പറയുന്നത്. ഒരു ചെറിയ ന്യൂസ് കേട്ട് ബജ്രംഗ് ദളാണ് അടിച്ചു പൊളിച്ചിട്ടുള്ളത്. അവർ എവിടെ പള്ളി കണ്ടാലും ഇപ്പോൾ അതാണ് സ്ഥിതി. നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൊക്കെയൊരു ഇതില്ലേ, എന്തായാലും പറയുക, ഒരു സ്ലോഗൻ ഉണ്ടല്ലോ, അടിക്കും ഞങ്ങൾ, പൊളിക്കും ഞങ്ങൾ, അടിച്ച് പൊളിക്കും, തകർക്കും ഞങ്ങൾ. ഇത് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരുത്തൻ കുന്തം പിടിച്ച് നിൽക്കണുണ്ടോ? ഇതാരടോ? അത് ക്രിസ്ത്യാനിയുടെ അതൊരു ദൈവമാണ്, സെൻറ്റ് തോമസാ, അത് അടിച്ചു പൊളിച്ചു. സിമ്പിൾ, അത്രയേ ഉള്ളൂ. ഇവരാണ് ചെയ്യുന്നത്. ഈ പരീക്ഷകൾ എവിടെ പോയി കഴിഞ്ഞാലും ഇവർക്ക് മതം മാറ്റം ഓടിച്ചിട്ട് പിടിച്ചിട്ട്, ഒരു പട്ടി പൊളാണ്ട് പട്ടിയെ കുറുക്കുറുക്കെന്ന് വിളിക്കും, എന്നിട്ട് അതിനെ മതം മാറ്റുക. തലയിൽ കുറച്ച് വെള്ളം ഒഴിക്കാൻ മതം മാറ്റുക, തലയിൽ കുറച്ച് വെള്ളം ഒഴിക്കാൻ മതം മാറ്റിയത്. ഒറീസയിൽ ഒരുത്തൻ ആസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ട്, സ്റ്റെയിൻസ് എന്ന് അവൻ്റെ പേര്, കറ എന്നാണ്, സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ കറ എന്നാണ് അർത്ഥം. അവനും അവൻ്റെ ഭാര്യയും കുട്ടികളും വന്ന് മതം മാറ്റി പൊറുതി മുട്ടിയിട്ട്
ഇവനേക്കും കാറിലിട്ട് കത്തിച്ച് കൊന്നതാണ് ഇവനേക്കും. എന്നിട്ട് അവൻ്റെ ഭാര്യയും മാത്രമേ രക്ഷപ്പെട്ടത്. എന്നിട്ട് ഭാര്യ പിന്നെ വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പം മാപ്പ് കൊടുത്തു അത്രേ. വേറെ എന്താ അവർക്ക് ചെയ്യാൻ പറ്റുക? മാപ്പ് കൊടുത്തില്ല, എന്ത് കോപ്പ അവർക്ക് ചെയ്യാൻ പറ്റുക? ഇതൊക്കെയും കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇവരുടെ രോഗമാണ് വാസ്തവത്തിൽ ഈ മതം മാറ്റൽ. അതിനാണ് പെട്ട നല്ല പളങ്ങ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അവിടെ സ്തൂപം എല്ലാം തകർത്തിട്ടുണ്ട് എന്നർത്ഥം. ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? യേശു പറഞ്ഞു ഈ ചള്ളയെ മടി കിട്ടിയ മറ്റേ ചള്ള കാണിച്ചു കൊടുക്കാൻ. ഈ ചള്ളയെ മടി കിട്ടി മറ്റേ ചള്ള കാണിച്ചു കൊടുത്തു, അവിടെയും പളുങ്ങ് കിട്ടി. ഇനി എവിടെയാണ് കാണിച്ചു കൊടുക്കുക? അപ്പോൾ യേശുവിനിപ്പോൾ എന്ത് ചെയ്യണമെന്ന്, ഇനിയിപ്പോൾ എന്താ, രണ്ട് ചള്ളയെ മടി കിട്ടി എന്താ ചെയ്യേണ്ടത്? യേശു എന്താ ചെയ്യാൻ? അപ്പം രണ്ടാമത്തെ ചള്ളയെ മടി കിട്ടി എന്ത് ചെയ്യണം യേശു? അല്ല, എന്താ ചെയ്യേണ്ടത് എന്ന് യേശു പറഞ്ഞ് കാത്തിരിക്കുന്നുണ്ട്. ഏതായാലും കർണാടകത്തിലെ ഈ കൃസംഗികൾക്ക് ചവിട്ടും കുത്തും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. കൃസംഗി തെമ്മാടി പരീക്ഷകൾക്ക് ഇവർക്ക് ഒറ്റ പരിപാടിയുള്ളൂ, എങ്ങനെയും മതം മാറ്റുക. അത് ഹിന്ദുവിൻ്റെ മാത്രം മതം മാറ്റുള്ളൂ. എത്രയും മറ്റേ ആഫ്രിക്കൻ കൺട്രികൾ, ഇവരുടെ കൺട്രികളുണ്ടല്ലോ, അവിടെ പട്ടിണിയും പരിവട്ടം ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ഈ വേഷം കെട്ടിരിക്കണ്ടോ? ഇവിടെ നിന്ന് ഒരു തള്ള പണ്ട് വന്നു, അവരുടെ മദർ തെരേസ. അവളുടെ സ്ഥിരം പരിപാടി ഇതായിരുന്നു. അവളിവിടെ 2000 ആണ്ടോടുകൂടി ഇവിടെ ഇവാഞ്ചലൈസേഷൻ നടപ്പാക്കുമെന്ന് പറഞ്ഞാണ്. എല്ലാവരും ഇവിടെ ഇന്ത്യ മുഴുവൻ ക്രിസ്ത്യൻ രാഷ്ട്രമാക്കുമെന്ന് പറഞ്ഞതാണ്. ഇന്ത്യ ക്രിസ്ത്യൻ രാഷ്ട്രമൊന്നുമില്ല. ഇന്ത്യ ഇന്നിപ്പം ഇവിടെ ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം. പക്ഷേ ഇവിടെ ഭരിച്ചിരുന്നത് ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. മുഗൾ രാജവംശം ഭരിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ഒരിക്കൽ പോലും മതപരിവർത്തനത്തിൻ്റെ മേഖലയിൽ ഒരു സൂചന പോലും അവർ നൽകിയിട്ടില്ല. ഇവിടെയുള്ള ആളുകളും ചേർന്നുകൊണ്ട് അവർ ഭരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ആളുകൾ ഇവിടെ മതപരിവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വല്ല ഹിന്ദുക്കളെയും ഇവിടെ കാണുമോ? അവരത് ചെയ്തിട്ടില്ല. പക്ഷേ ഈ പരീക്ഷകൾക്ക് ഇത് മാത്രം ഒരു പരിപാടി. ഏതായാലും അടി നല്ല രീതിയിൽ ഉത്തർപ്രദേശിലും കിട്ടുന്നുണ്ട്, ഉത്തരേന്ത്യയിൽ മൊത്തത്തിൽ കിട്ടുന്നുണ്ട്, കർണാടകത്തിൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ബോധമുണ്ട്, അടി കിട്ടുന്നതിനെക്കുറിച്ച് ബോധമുണ്ട്. പക്ഷെ മുണ്ടാൻ ഇവർക്ക് പറ്റില്ല. കാരണം എന്താണ്? മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ് ഇവരുടെ. കാരണം കേരളത്തിൽ ഇവർ സംഘപരിവാർ സംഘികളുമായിട്ട് ഇവർ ഈ പള്ളി പട്ടക്കാർ, അതുപോലെ ഈ വെപ്പാട്ടികളൊക്കെ ഒളിസേവയിലാണല്ലോ, അവിഹിത ബന്ധം. അതാണല്ലോ കൃസംഖികൾ എന്നുള്ള പേരിട്ട് വിളിച്ചത്. അതും ഈ ഒളിസേവ കൊണ്ടാണല്ലോ കൃസംഖികൾ എന്ന പേരിട്ട് വിളിച്ചത്. ഇതുവരെ പരസ്യമായിട്ട് ഒളിസേവ ഏത് ട്രെയിനിൽ പോകുമ്പോൾ കാണാൻ പറ്റും ഇതിനകത്ത് ഈ കൃസംഗി വിഴുപ്പുകൾ. എന്തിനാ? അവിടെ മോഡിയുടെയും അതുപോലെ തന്നെ മറ്റെന്തായാലും പറയുക, മറ്റേ യോഗിയുടെയും അമിത്ഷായുടെയും കാല് പിടിച്ച് ഷൂ നക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവന്മാരെല്ലാ തെമ്മാടത്തിലും കാണിച്ചു വെച്ചിരിക്കുകയാണ്. അവരെ തന്നെ അൽമായന്മാരെ പറ്റിച്ചു, വഞ്ചിച്ച്, ചതിച്ച്, പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കിയിട്ട് ഇവർ മെർസൽസ് കാറ് വേണം, മറ്റേ എന്തായാലും പറയാം, മറ്റേ BMW വേണം. ഇതൊന്നും ഇല്ലാണ്ട് ഇവന്മാർ പുറത്തേക്ക് ഇറങ്ങില്ല, ബസ്സിലൊന്നും കയറില്ല. ഇവന്മാരിപ്പോൾ വലിയ പൊസിഷനിലല്ലേ. യേശു ക്രിസ്തു എങ്ങനെ ജീവിച്ചുവോ അതല്ല ഇവർക്ക് താല്പര്യം. ഇവർക്ക് റോം ചക്രവർത്തിമാരെങ്ങനെ ജീവിച്ചുവോ അതാണ് ഇപ്പോൾ ഇവരുടെ റോൾ മോഡൽ. റോം ചക്രവർത്തിമാരെ പോലെ വേണം, ടൈബീരിയസിൻ്റെ പോലെ വേണം. യേശുക്രിസ്തുക്ക് എന്താ പിച്ചക്കാരൻ, അവരാണ് ഇവരുടെ ഭാവം. അതിൻ്റെ സ്വർണ്ണക്കുരിശ കെട്ടി തൂക്കിയിട്ടുള്ളവർ. യേശുക്രിസ്തു കുരിശൊന്നും കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നില്ല. കുരിശിൽ യേശുക്രിസ്തുവിനെ കെട്ടി തൂക്കുക ചെയ്ത്. ഇവരെന്ത് ചെയ്തു? ആ സ്വർണ്ണക്കുരിശായിട്ട് കഴുത്തിൽ എണിഞ്ഞ് നടക്കുകയാണ് ഇവന്മാർ. കാറിലേ നടക്കുള്ളൂ. മാഞ്ചസ്റ്റർ പട്ടുകൊണ്ടുള്ള ജുബ്ബ അവരെ മറ്റേ എന്തായാലും കന്തോറി അവർ തയ്ക്കുള്ളൂ, അവരുടെ ലോഹയെ തയ്ക്കുള്ളൂ. ഇതാണ് ഇവന്മാരുടെ പരിപാടികൾ. മാത്രമല്ല എല്ലാ പരിപാടികളും ഇവർക്ക് എന്തിൻ്റെ കുറവാണ് വാസ്തവത്തിൽ? പെണ്ണായ പെണ്ണുങ്ങൾ മുഴുവൻ. സാധാരണ ഒരു പുരുഷൻ ഒരു പെണ്ണുണ്ടാവുള്ളൂ. ഇവർക്ക് വെപ്പാട്ടികൾ വേണ്ടത്രയാണ്. ഒന്ന് മടുക്കുമ്പോൾ വേറൊന്ന്, അത് മടുക്കുമ്പോൾ ഒരുപാട്. സംഗതി ശരിയാണ്, ഒരു കലത്തിൽ തന്നെ സാമ്പാർ വയ്ക്കുമ്പോൾ അതിൻ്റെ രുചി കുറവല്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കലം മാറ്റിക്കൊണ്ട് വെക്കുന്നു മാത്രം. അതൊക്കെയും നടക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ഈ തല്ല് കിട്ടുന്ന സമയത്ത് ഇവർക്ക് മിണ്ടാട്ടല്ല. കാരണം എന്താ? ഇവർ ഒളിസേവയിലാണ്, കേരളത്തിൽ ഒളിസേവയിലാണ്. അതുകൊണ്ട് അവർക്ക് ക്രിസ്ത്യാനി എന്നല്ല, ഇവർ കൃസംഖികൾ എന്ന അവർക്ക് പേര് ആയതുകൊണ്ട് തന്നെ ഇവർ ഈ ശ്രീനിവാസൻ ഒരു സിനിമയിലൊരു ഡയലോഗ് പറയുന്നുണ്ട്. അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മോഹൻലാലിൻ്റെ കാല് പിടിക്കും. ആ മോഹൻലാൽ പറഞ്ഞു, നീ അവിടെ നിന്ന് വേഷം കെട്ടിയെടുക്കും. അപ്പോൾ ഒരു വേഷം കെട്ടിയെടുത്ത് എന്നെ തല്ലട്ടെ, തല്ലിക്കോ. ഒരു ചൊട്ട ചവിട്ടിച്ച് കൊടുത്തു. മോന്തക്കുറ്റിക്ക് എന്നൊരു ചവിട്ടി എടുക്കുന്നു അയാൾ ശ്രീനിവാസൻ. എന്നിട്ട് ആ ദേഷ്യമേളുടെ മുഖത്തുണ്ടെങ്കിലും ഇത് കാണിക്കാതെ, അമേരിക്കയിലേക്ക് പോകണമല്ലോ, അത് കാണിക്കാതെ എഴുന്നേറ്റ് എന്നാ പറയണ്ടേ, തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ. ആ ശ്രീനിവാസൻ്റെ ശൈലി അറിയാലോ, തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റേ അദ്ദേഹത്തിൻ്റെയും ശ്രീനിവാസൻ്റെ കഥാപാത്രത്തിൻ്റെ ശൈലിയിലാണ് പോയിരിക്കുന്നത്. തല്ലിക്കോ, എത്ര വേണമെങ്കിൽ തല്ലിക്കോ, പൊളിച്ചോ, എത്ര വേണമെങ്കിൽ പള്ളി പൊളിച്ചോ എന്നും പറഞ്ഞിട്ട് ഇവരവിടെ പോയിട്ട് കാരണം ഇവരുടെ മടിയിൽ കനമുണ്ട്.
ഇവർ തെമ്മാടിത്തരം കാണിച്ച് ഇവർ മറ്റേ ആളുകളെ പറ്റിച്ച് ഇവർ അവിടെ നിന്നും ഇവിടെ നിന്നുള്ള പൈസ കുന്നുകൂട്ടി, കണക്കില്ലാത്ത പൈസ. ആ യോഹന്നാൻ, KP യോഹന്നാൻ കോടികളുടെ മേലെ കോടികൾ വെട്ടിമറിച്ചിട്ടല്ലേ വന്ന് പിടിച്ചത്. അവിടെ ഇവർക്ക് എല്ലാവർക്കും പേടി കടന്നു. ഗവൺമെൻറ് സ്വത്ത് പോലും ഇവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇവർക്ക് മിണ്ടാട്ടം മുട്ടിക്കെടുക്കുകയാണ് വാസ്തവത്തിൽ. പക്ഷേ ഇങ്ങനെ ഈ പള്ളി പൊളിച്ചോ എന്തായാലും ഇവിടെ മിണ്ടാട്ടൊന്നുമില്ല. ഇവിടെ ഉണ്ടല്ലോ ഒരു അരപ്പാളിയുണ്ട്, ഇവിടെ തവളപിടുത്തക്കാരൻ, ഒരു അരപ്പാളി. അയാൾക്ക് ഇന്നലെ കിട്ടി. നമ്മുടെ IG അലക്സാണ്ടർ മുഖത്ത് വെച്ച് തേച്ചു, ഇങ്ങനെ കോഴിക്കാട്ടം വെച്ച് ഇങ്ങനെ തേച്ചു. അവൻ്റെ മോന്തായും പിടിച്ച് ചെത്തിത്തേക്കാത്ത ചുമരുണ്ടല്ലോ അതും പിടിച്ചിട്ട് ശരിക്കും ഇങ്ങനെ ഒരച്ചു. എന്നിട്ട് അവൻ പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് കുറേ ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ചോദിക്കാൻ തോന്നുന്നില്ല. അതെന്താ ഒരു കക്കൂസിൽ പോകാൻ മുട്ടിയോ? അദ്ദേഹം മുന്നിൽ വന്നിരുന്നപ്പോൾ പിന്നെ ആ ചോദ്യമല്ലോ ഉത്തരവൊന്നുമില്ല. അവനാണ് നമ്പർ 1 പരീക്ഷ. തവളപ്പിടുത്താണ് അവൻ്റെ മുദ്ര, തവളപ്പിടുത്തം. അദ്ദേഹം IG അലക്സാണ്ടർ കണ്ടില്ല, അദ്ദേഹത്തിൻ്റെ മുഖം കൊണ്ട് മാത്രം സംസാരിക്കുന്നത്. ഇവൻ തവള പിടിക്കുക, അദ്ദേഹത്തിൻ്റെ മുമ്പിലും തവളപ്പിടുത്തക്കാരൻ. അവനുള്ള ശരിക്കും കൊടുത്തു. ഏതായാലും ഇവർക്കൊന്നും ഇപ്പോൾ മിണ്ടാട്ടമില്ല. കർണാടകത്തിൽ പള്ളി പൊളിച്ചപ്പോൾ ഇവർക്കൊന്നും മിണ്ടാട്ടമില്ല. കാരണം എന്താ, പൊളിച്ചോ, എത്ര വേണമെങ്കിൽ പൊളിച്ചോ ആണ് ഒരു പരിപാടി. ഏതായാലും ഒരു വിധത്തിലുള്ള വൃത്തികേടുകൾക്കും കാരണമുണ്ടാക്കാതെ, ഒരു തരം വൃത്തികേടുകളും കാണിക്കാതെ, ഒരു വിധ രാഷ്ട്രീയത്തിനകത്തും തക്കടതരികട കാണിക്കാതെ പെരുമാറുന്ന മുസ്ലിങ്ങൾ, ആ മുസ്ലിങ്ങളുടെ മെക്കെട്ട് കയറ്റം ഒരു നിർത്തില്ല കേട്ടോ. എത്ര പള്ളി പൊളിച്ചാലും കുഴപ്പമില്ല. ഇവിടെ അവർക്കൊരു നോട്ടം മാത്രമേ ഉള്ളൂ. മുസ്ലിങ്ങൾ എത്ര മൂത്രം ഒഴിക്കുന്നുണ്ട്, എത്ര തൂറുണ്ട്, എത്ര അപ്പിയിടുണ്ട്, ഇത് മാത്രം നോക്കി നടക്കുകയാണല്ലോ ഇവന്മാരുടെ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ മുസ്ലിങ്ങളുടെ കൊതം നോക്കി നടക്കുകയാണല്ലോ ഇവിടുത്തെ ഈ മറ്റേ പള്ളിക്കാരെയും പട്ടക്കാരെയും കൃസംഗികളുടെയും ഈ എരപ്പാളികളുടെയും തൊഴിൽ. ഏതായാലും ചിരിക്കാൻ വകയുണ്ട്. ഇവിടെ കിടന്ന് നക്കണോളം നക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെരുപ്പ് നക്കണോളം നക്കാൻ പറ്റുന്നോളം നക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താ ചെയ്യുന്നത്? അടിക്കും ഞങ്ങൾ, പൊളിക്കും ഞങ്ങൾ, അടിച്ച് പൊളിച്ച് തകർക്കും ഞങ്ങൾ. മിക്കവാറും അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ പള്ളികളൊന്നും കാണില്ല. ആരുടെ പള്ളികൾ? ഇവർ വിചാരിച്ച് മുസ്ലിം പള്ളികളാണ്. അവിടേക്ക് അടുക്കാൻ പറ്റില്ല. അത് പലയിടത്തായിട്ട് കാണിച്ചു കൊടുക്കണ്ടല്ലോ. ഇങ്ങോട്ടൊന്ന് അടുത്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും കൃത്യമായിട്ട് അടുക്കുന്നത് കാണിച്ചു കൊടുക്കണ്ടല്ലോ. അടുക്കുന്നത് കൃത്യമായിട്ട് അടക്കി വെക്കുന്നത് കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവിടേക്കൊന്നും അടുപ്പിക്കില്ല ഇവർ പറഞ്ഞത്. പൊളിക്കും ഞങ്ങൾ, അടിക്കും ഞങ്ങൾ, പൊളിക്കും ഞങ്ങൾ, അടിച്ചു പൊളിച്ച് തകർക്കും ഞങ്ങൾ. പ്രാർത്ഥിക്കാൻ പള്ളികളൊന്നും കാണില്ല എന്ന് പറഞ്ഞ് വെറുതെ അല്ലടോ കൃസംഗികളെ. നിങ്ങളുടെ പള്ളിയെ മനസ്സിൽ വെച്ചിട്ട് അവർ ആ മുദ്രാവാക്യം മുഴക്കിയത്. ഇപ്പം മനസ്സിലാവുന്നുണ്ടാ? ഏതായാലും മറ്റേ ഈ മുസ്ലിങ്ങളുടെ നേരെയുള്ള ചീറ്റിലും കുറയ്ക്കരുത് കേട്ടാ. എന്തൊരു പറയാനൊക്കെ ഉണ്ട്. നമസ്കാരം. ഏതായാലും ചിരിക്കാൻ വലിയ വകയായി വാസ്തവത്തിൽ. ഇനിയിപ്പോൾ വരും. ഇപ്പോൾ ഇന്ന് കാലത്ത് 5 മണിക്ക് തകർത്ത് പൊളിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ വരും ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും. അതിൽ ഞാൻ നോക്കുന്നത് ഇവൻ എരപ്പാളി എന്ത് പറയണമെന്ന് ഞാൻ നോക്കുന്നത്. അവൻ മുണ്ടില്ലവൻ. അവന് മുണ്ടാൻ പറ്റില്ലവൻ. കാരണം അവൻ ഒളിസേവിയാണ്. രാത്രിയായി കഴിഞ്ഞാൽ അവൻ പിന്നെ മറ്റേ RSS പാളയത്തിന് പോയിട്ടുള്ള അവിഹിതമാണല്ലോ. അവന് മുണ്ടാൻ പറ്റില്ലല്ലോ അവന്.